മലപ്പുറത്ത് ഭർത്തൃ വീട്ടിലെ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വിഷ്ണുജിയുടെ ഭർത്താവ് പ്രഭിൻ കസ്റ്റഡിയിൽ എന്നുള്ള വാർത്ത ഇപ്പോൾ വരികയാണ്. മഞ്ചേരി പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. എന്തോ ആ പാവത്തിന് സൗന്ദര്യം കുറവാണ് എന്നൊക്കെ പറഞ്ഞ് സ്ത്രീധന പീഡനവും വലിയ ക്രൂരമായ അധിക്ഷേപങ്ങളും പീഡനമൊക്കെ ഉണ്ട്. അതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് ഒരു പാവം പിതാവിൻ്റെ വേവലാതി. അദ്ദേഹം അത് പറയുകയും ചെയ്തു. ഇപ്പോൾ അയാൾ പ്രഭിൻ എന്ന് പറയുന്ന ഈ ഭർത്താവ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. നല്ല കാര്യം. ബജറ്റിൽ കേരളത്തിന് വിഹിതം അനുവദിക്കാത്തതിനെ പരിഹസിച്ച് വിഷ്ണുജിയുടെ ഭർത്താവ് പ്രഭിൻ കസ്റ്റഡിയിൽ എന്ന വാർത്തയുടെ വിശദാംശങ്ങൾ തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ആ വാർത്തയുടെ വിവരങ്ങളുമായി സ്ത്രീധനവും സൗന്ദര്യവും കുറവ് എന്ന് പറഞ്ഞ് പെൺകുട്ടിയെ ഭർത്താവും വീട്ടുകാരും പീഡിപ്പിച്ചിരുന്നു എന്ന കുടുംബത്തിന്റെ ആരോപണം 24 ആണ് പുറത്തുവിട്ടത്. വ്യാഴാഴ്ചയാണ് പൂക്കോട്ടുപാട സ്വദേശി വിഷ്ണുജ മരിച്ചത്. മൂന്നാമതൊരാൾ ഇടപെട്ടാൽ എനിക്ക് പ്രശ്നമാണ്. അതൊക്കെ ഞാൻ തന്നെ ശരിയാക്കും. അച്ഛൻ ഇടപെടേണ്ട കാര്യം വരുമ്പോൾ അച്ഛനോട് ഞാൻ പറയാതെ പറഞ്ഞു. പിന്നെ മർദ്ദനം എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടീനെ മർദ്ദിക്കേണ്ട ആൾക്ക് എപ്പോഴാണ് അറിഞ്ഞത്? ഈ ഒരു ക്രിമിനൽ സ്വഭാവമാണ് അവന്. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നഴ്സുമാരായിട്ട് ഇവർ അതന്നെ ഒരു അതിശയം വരുന്ന കാര്യമാണ്. ബൈക്കിൽ കൊണ്ടാവാത്ത ഇതൊരു സൗന്ദര്യമില്ല. ഇവന് മറ്റു സ്ത്രീകളായിട്ട് ബന്ധമുണ്ടായിരുന്നു ഒക്കെ ചുരുളിങ്ങ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ കാര്യങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതില്ല, സൗന്ദര്യമില്ല. ഇതിലേറെ സൗന്ദര്യം എൻ്റെ കുട്ടീൻ്റെ ഫോട്ടോ ആണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓരോരുത്തരും പറയും ഇത് സൗന്ദര്യം ഒക്കെ ഓരോ കാരണമാണ്. ഈ ഓന് വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ട്, ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഇപ്പോൾ പുറത്ത് അറിഞ്ഞ വിവരങ്ങൾ ഞാൻ 100% ഇപ്പോഴും വിശ്വസിക്കുന്നത് കൊന്നാണ്ട് കെട്ടി തൂക്കിയാന്നുള്ളതാണ്. ആ രീതിയിലാണ് ഞാൻ ചെന്ന് കണ്ടപ്പോൾ കുട്ടി ഇങ്ങനെ ജനൽമേൽ തൂങ്ങിക്കാണ്. മെൻ്റലി ആയാലും ഫിസിക്കലി ആയിട്ടും ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു. പിന്നെ അവൾ നല്ല ബോൾഡായിട്ടുള്ള കുട്ടിയാണ്. എന്തെങ്കിലും അങ്ങനെ നമ്മളോട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞങ്ങൾ പറയും ഞാൻ ഇതാക്കിക്കൊണ്ട് ഞാൻ റെഡിയാക്കിക്കൊണ്ട് അത് ആരും ഇടപെടേണ്ട അതിലൊക്കെ ഞാൻ റെഡിയാക്കിക്കൊണ്ട് അത്രയും സ്ട്രോങ് ആണ്. അത്രയും സ്ട്രോങ്ങും ബോൾഡുമാണ് അവൾ. ഭംഗി കുറവാണ്, പിന്നെ സ്വർണത്തിൻ്റെ കുറവാണ്, അങ്ങനെയൊക്കെ. പിന്നെ ഇത് ഇല്ല, ജോലി ഇല്ല എന്ന് പറഞ്ഞ് നിരന്തരം 10-25 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ജോലി ഇല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു. ഇത്രത്തോളം ഒരാളെ വാക്കുകളെന്നല്ല അതിൻ്റെ ഇത് നമുക്ക് മനസ്സിലാവുള്ളൂ. അവളത്രയും സ്ട്രോങ് ആയിട്ട് പറയേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വാ എൻ്റെ കുട്ടിയെ ഒന്ന് വാ പറയുമ്പോൾ അത് ഇതിലൊന്നും ഇടപെടാനായിട്ടില്ല. നിങ്ങൾ ഇടപെടേണ്ട ഒരു സാഹചര്യം വന്നാൽ ഞാൻ എന്തായാലും നിങ്ങളോട് പറയും. നിങ്ങൾ ഇടപെടണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഞാൻ അപ്പം പറയും. കാരണം അത്രയും അങ്ങനെ. സമീർ ബിൻ കരീം ആ വാർത്തയുടെ ഒരുങ്ങുമായി. സമീർ, ആവർത്തിക്കുന്നു ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ നിന്ന് അങ്ങേറ്റം സങ്കടകരമാണ്. ഇതിപ്പോൾ 2023 മെയിൽ എന്തോ കല്യാണം കഴിഞ്ഞ് 25 ആയപ്പോഴേക്കും കുട്ടി ആത്മഹത്യ ചെയ്തു. ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് വീട്ടുകാർക്ക് സംശയമുണ്ട്. അങ്ങേയറ്റം നിസ്സഹായമായ എല്ലാം നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിൽ ഒരു പാവം അച്ഛൻ്റെ വേദന നമ്മൾ കേൾക്കുകയായിരുന്നു. എന്താണ് ആ കേസിൻ്റെ വിശദാംശങ്ങൾ? ഇയാളെ എപ്പോഴാണ് കസ്റ്റഡിയിലെടുത്തത്? പോലീസ് പറയുന്നത് എന്താണ്? സമീർ. ഹാഷ്മി, അല്പസമയം മുന്നെയാണ് നിലവിൽ പ്രഭിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. മഞ്ചേരി പോലീസാണ് നിലവിൽ ഇയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. നിലവിൽ അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇയാളെ എത്തിച്ചിരിക്കുകയാണ്. മഞ്ചേരി SHO മനോജ് പറയട്ടെ അദ്ദേഹം ഈ പ്രഭിനുമായി നിലവിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുന്നെയാണ് കസ്റ്റഡിയിലെടുത്തത് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭ്യമായിരിക്കുന്ന വിവരം. നമ്മൾ വാർത്ത നൽകിയ മണിക്കൂറുകൾക്കകം തന്നെ പ്രതി പോലീസ് സ്റ്റേഷനിൽ എത്തി എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. ഏതായാലും നടുക്കുന്ന അല്ലെങ്കിൽ അതിവേദനാജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പൂക്കോട്ടുംപാടം സ്വദേശിനി 25 വയസ്സുള്ള വിഷ്ണുജ എന്ന് പറയുന്ന യുവതിയാണ് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ഈ ഭർത്തൃ പ്രഭിൻ്റെ വീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്ത നിലയിൽ കുടുംബം കണ്ടെത്തുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കുടുംബത്തിൻ്റെ പിതാവ് ഇന്ന് ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നത്. അദ്ദേഹം പറയുന്നത് ഈ പെൺകുട്ടി സൗന്ദര്യം കുറവാണെന്ന് പറഞ്ഞ ഈ പ്രഭിൻ ഈ പെൺകുട്ടിയെ ബുദ്ധിമുട്ടിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ യുവതിക്ക് ജോലി ഇല്ലാത്തതിൻ്റെ പേരിൽ കടുത്ത മാനസികമായ പ്രയാസം ഉണ്ടാക്കുന്ന തരത്തിൽ ഉപദ്രവിച്ചു. ഇങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള കടുത്ത പീഡനങ്ങളാണ് പെൺകുട്ടി വീട്ടിൽ നേരിട്ടത് എന്നുള്ളതാണ് നിലവിൽ ഈ പിതാവും ഒപ്പം തന്നെ സഹോദരിമാരും 24-മായി പങ്കുവച്ചത്. അത് നമ്മൾ വാർത്ത നൽകുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് എത്തിച്ചിരിക്കുന്നത്. ഏതായാലും പോലീസ് കൃത്യമായി തന്നെ ഈ കേസിൽ തുടക്കം മുതൽ തന്നെ അന്വേഷിച്ചിരുന്നു എന്നുള്ളതാണ് കുടുംബം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ കുടുംബത്തിന്റെ മൊഴിയെല്ലാം തന്നെ പോലീസ് വീട്ടിലെത്തി രേഖപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ മറ്റുള്ള ശാസ്ത്രീയ തെളിവുകളെല്ലാം തന്നെ കുടുംബം പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു. ഏതായാലും കടുത്ത പീഡനം ഈ പെൺകുട്ടി നേരിട്ടു എന്നുള്ളതാണ്. കാരണം ഈ വിവാഹം കഴിഞ്ഞ് 2 വർഷം പൂർത്തിയായിട്ട് പോലുമില്ല എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം.
കാര്യം. 2023 മെയ് 14 തീയതിയാണ് വിഷ്ണുജയും പ്രഭിനും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. അത് കഴിഞ്ഞ് ഒരാഴ്ചക്കകം തന്നെ ഈ പെൺകുട്ടി ഈ കടുത്തമായ പീഡനത്തിനിരയായിരുന്നു എന്നുള്ളതാണ് കുടുംബം വ്യക്തമാക്കുന്നത്. എന്നാൽ കുടുംബത്തിന് ഇക്കാര്യങ്ങൾ തന്നെ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് മരണശേഷമാണ് ഈ യുവതിയുടെ സുഹൃത്തുക്കൾ മുഖേനയാണ് കുടുംബം ഈ പെൺകുട്ടി നേരിട്ടിരുന്ന പ്രയാസങ്ങളെല്ലാം തന്നെ കൃത്യമായി തന്നെ അറിയുന്നത്. അതിന് പിന്നാലെയാണ് ഈ കുടുംബം 24-ഉമായിട്ട് ഈ ഒരു ആശങ്ക പങ്കുവയ്ക്കുകയും പരാതി അറിയിക്കുകയും ചെയ്യുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പ്രതിയെ പിടികൂടിയിരിക്കുന്നു. പ്രതിയെ നിലവിൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അശ്വിനി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പെൺകുട്ടി പ്രധാനമായും പീഡനം നേരിട്ടത് 3 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, സൗന്ദര്യം കുറവാണ് എന്നുള്ളൊരു പ്രശ്നം. മറ്റൊന്ന്, പ്രശ്നമല്ല, ഈ പ്രതി ചൂണ്ടിക്കാണിച്ചിരുന്നതായിരുന്നു. പിന്നീട് മറ്റൊന്ന്, പെൺകുട്ടിക്ക് ജോലി ഉണ്ടായിരുന്നില്ല. പിന്നീടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീധനം നൽകിയത് കുറവാണെന്നൊക്കെ അയാൾ പറഞ്ഞ എന്താ പറയണമെന്നറിയില്ല. പോട്ടെ, ഇനി സൗന്ദര്യമില്ല, കൊടുത്ത സ്ത്രീധനം കുറവാണ്, കഴിവില്ല, ജോലിയില്ല. അപ്പം എന്ന് പറഞ്ഞാൽ നേരത്തെ അച്ഛൻ പറഞ്ഞതുപോലെ മറ്റെന്തോ ഒരു കാരണം മുൻനിർത്തി കൊച്ചിനെ നിരന്തരം ബുള്ളി ചെയ്യുക, നിരന്തരം മാനസികമായി അധിക്ഷേപിക്കുക എന്ന ഒരു സ്ട്രാറ്റജി ഈ പ്രഭിനെന്ന് പറയുന്ന ഭർത്താവ് എന്ന് പറയുന്ന ഇവൻ സ്വീകരിച്ചു എന്നല്ലേ പോലീസും കരുതേണ്ടി വരിക സമീർ? തീർച്ചയായും ഹാഷ്മി, അങ്ങനെ തന്നെയാണ്. കാരണം ഈ പെൺകുട്ടിയെ ഒഴിവാക്കാനോ അല്ലെങ്കിൽ പെൺകുട്ടിയെ മാറ്റി നിർത്താനോ വേണ്ടി നിരന്തരമായി കാരണങ്ങൾ കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ് ഈ പോലീസ് നിലവിൽ കുടുംബം വ്യക്തമാക്കുന്നത്. അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ പറയുന്നതൊക്കെ എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പെൺകുട്ടി വീട്ടിലുള്ള സമയത്ത് ഒരിക്കലും തന്നെ പ്രഭിൻ വീട്ടിൽ വരാനോ അല്ലെങ്കിൽ അവരോടൊപ്പം സമയം ചിലവഴിക്കാൻ പ്രഭിൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. ഈ പെൺകുട്ടി ഈ ജോലിയുമായി ബന്ധപ്പെട്ട പഠനത്തിൻ്റെ ഭാഗമായി ഹോസ്റ്റലിലടക്കം താമസിച്ചിരുന്നു. അങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് മടങ്ങി വരാൻ പോലും ഈ പ്രതി ഈ ഭർത്താവായിരിക്കുന്ന പ്രഭിൻ അനുവദിച്ചിരുന്നില്ല. അങ്ങനെ വളരെ കടുത്തമായ പീഡനം. ഈ വിഷ്ണുജയാണെങ്കിൽ ഈ ഭർത്താവിനെ വലിയ രീതിയിൽ സ്നേഹിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ മനസ്സിലാക്കിയില്ല എന്ന് മാത്രമല്ല, വളരെ ക്രൂരമായി തന്നെ പെരുമാറിയിരുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. അത്രത്തോളം ഈ 2 വർഷത്തോളം ഈ പെൺകുട്ടി ഈ ഭർത്താവിൻ്റെ വീട്ടിൽ അത്രത്തോളം സഹിച്ചു നിന്നു എന്നുള്ളതാണ്. ഈ സ്വന്തം കുടുംബത്തെ പോലും കാര്യങ്ങൾ തന്നെ തീരെയും അറിയിച്ചില്ല. കാരണം പ്രായമായ അച്ഛനും അമ്മയും ഉള്ളതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി വീട്ടിലേക്ക് മടങ്ങി വരാൻ അല്ലെങ്കിൽ ആ ഒരു ബന്ധം ഉപേക്ഷിക്കാനോ പെൺകുട്ടി തയ്യാറായില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. എന്നാൽ ഒരു ജോലി ശരിയായി കഴിഞ്ഞാൽ അതിൽ നിന്നെല്ലാം പിന്മാറാമെന്നുള്ള ഒരു ആലോചനയും ഇവർക്കുണ്ടായിരുന്നതായി സുഹൃത്തുക്കൾ വ്യക്തമാക്കുന്നു. എന്നാൽ ജോലി ശരിയാവാൻ വൈകിയതാണ് നിലവിൽ ഇതിനെല്ലാം തന്നെ കാരണമായി പെൺകുട്ടി മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് കുടുംബം വ്യക്തമാക്കുന്നത്. അങ്ങനെ ഏറ്റവും ഒടുവിൽ പീഡനം സഹിക്കവയ്യാതെ ഒടുവിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ പോലീസും അനുമാനിക്കുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ പ്രതി മഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്പസമയത്തേക്ക് തന്നെ ഈ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താനാണ് പോലീസിന്റെ നീക്കം. ഹാഷ്മി.